നിർഭൻ ഏറ്റവും പുതിയതായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത് 1 മണിക്കൂറിനുള്ളിൽ മാത്രമാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി കൂടി പരിഗണിക്കുന്നതുണ്ട്. മാത്രമല്ല ഈ വാദങ്ങൾ പൂർത്തിയായി ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ഒരുപക്ഷെ 1 മണിക്ക് മുമ്പായിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള ഒരു വിധി ഉണ്ടാവുക. അല്ലേ നിർഭൻ? ഈ ഭാഗം വളരെ വ്യക്തമാണ്. കാരണം ഈ നേരത്തെ തന്നെ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി സാധാരണ പിരിയുന്നതിന് മുമ്പേ ഈ കേസ് സംബന്ധിച്ച് വാദങ്ങൾ പൂർത്തിയാക്കി, ജാമ്യ ഹർജിയുടെ വാദങ്ങൾ പൂർത്തിയാക്കി പിരിഞ്ഞു. അത് സമാനമായ മറ്റൊരു കേസ് കൂടി പരിഗണിക്കാനുണ്ട്. അതായത് നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട്. അത് കൂടി പരിഗണിക്കുന്നതുകൊണ്ട് സമാനമായ കേസിൻ്റെ സമാനമായ സ്വഭാവം തന്നെയാണ് 2 ഹർജികളും. ഒന്ന് അറസ്റ്റ് ചെയ്യുക, മറ്റൊന്ന് ജാമ്യ ഹർജി. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ 2 തെളിവുകളും സമാനമായ 2 ഹർജികൾക്കും ബാധകവുമാണ്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു സമയം ഇടവേള വരുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർക്കുമ്പോൾ നേരത്തെ അജിംഷാദ് ചോദിച്ചു നിർത്തിയൊരു ഭാഗമുണ്ട്, ജാമ്യത്തിന് സാധ്യതയുണ്ടോ എന്ന കാര്യം. സാധ്യത തുലവും കുറവാണ് എന്നുള്ള 1-2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ എന്ന കാര്യം. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ പറയേണ്ട ഒരു കാര്യമാണ്. അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല. MLA സാധാരണ സമൂഹത്തിൽ പ്രസക്തരായ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്, സാമൂഹ്യ പ്രസക്തിയുള്ള മനുഷ്യരൊക്കെയാണ് പ്രതിസ്ഥാനത്തിൽ ആരോപണത്തിൽ വരികയാണെങ്കിൽ അയാളുടെ ഭാഗം പറയുന്ന അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുക. അയാൾ സമൂഹത്തിൽ വലിയ തരത്തിൽ വിലയും അന്തസ്സുമുള്ള മനുഷ്യരാണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഏത് സമയവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയോ തെളിവുകളോ അന്വേഷണവുമായി സഹകരിക്കാനോ മൊഴിയെടുപ്പിനോ ചോദ്യം ചെയ്യാനോ തൻ്റെ കക്ഷി തയ്യാറാണ് എന്ന കാര്യം അറിയിക്കുക എന്നതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലല്ല. അദ്ദേഹം പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് ഇന്ന് 7-8 ദിവസമായി എന്നതാണ് കണക്ക്. വ്യക്തമായി 8-9 ദിവസമായി ഈ കേസിന് ശേഷം. അപ്പോൾ അത്രയും ദിവസമായി ഒളിയിൽ കഴിയുന്ന പ്രതി. മാത്രമല്ല കേരളം വിട്ട് സംസ്ഥാനത്തെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ADGPയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകൾക്കും അലർട്ട് മെസ്സേജ് കൊടുത്തും ഈ പറഞ്ഞ എയർപോർട്ടുകളിൽ ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചും അദ്ദേഹം ഇതര സംസ്ഥാനത്തേക്ക്, അന്യ സംസ്ഥാനത്തിലേക്ക് ഇപ്പോൾ ഒളിയിൽ കഴിയുകയാണ്. റിസോർട്ടുകളിൽ നിന്ന് റിസോർട്ടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് കൂടുതൽ ഇരകൾ പരാതികളുമായി രംഗത്ത് വരുന്നു. അപ്പോൾ ഇരയെ ഭീഷണിപ്പെടുത്താം, സാമൂഹ്യ മാധ്യമം വഴി അധിക്ഷേപിക്കാം, അന്വേഷണത്തെ സ്വാധീനിക്കാം. ഇത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങൾ പരിശോധിക്കുന്നതൊപ്പം തന്നെയാണ് സമൂഹത്തിൽ ഈ കേസ് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന കാര്യം. അതിലാണ് അജിംഷാദ് തൊട്ട് മുമ്പേ പറഞ്ഞ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ പിന്തുണച്ച് കൂടുതൽ പേർ എത്തുകയും അത് കൂടുതൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് 1 ഡസനിലധികം കേസുകൾ എടുക്കുകയും രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസവും ജാമ്യം നിഷേധിച്ച് ഇപ്പോഴും രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് സമാനമായ കേസിന്റെ പൊതു സ്വഭാവം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി ഈ കേസിൽ നൽകുന്ന സന്ദേശം ജാമ്യം കൊടുക്കുന്ന സന്ദേശമാകാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. തീർച്ചയായും അത് തന്നെയാണ്, അത് ശരിയായ വിലയിരുത്തലാണ്. കാരണം ഈ അന്വേഷണത്തെ നീതി അതിജീവതയ്ക്ക് ലഭ്യമാക്കുന്ന ഘട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ജാമ്യവുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചുകൂടാ എന്നുള്ളതാണ് നിയമത്തിൻ്റെ നീതിയുടെ ഒരു അടിസ്ഥാന തത്വം. ആ വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാണ്, ആ പരിപ്രേക്ഷ്യത്തിലാണ് ഇപ്പോൾ നിർഭൻ ചക്രവർത്തി നിരീക്ഷിച്ചത്.